വ്യാജയെ ഇന്ന് പിടികൂടിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ കുറച്ചു നാളുകളായി പാവങ്ങളായ ഹിന്ദു സഹോദരങ്ങളെ പറ്റിച്ച് പണമുണ്ടാക്കിയ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയായ ഒരു പെണ്ണിനെതിരെ ഇന്നൊരു കലാപ ശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. അതും കോടതിയുടെ നിർദ്ദേശപ്രകാരം. അതായത് വ്യാജ കപട കൃഷ്ണഭക്തയായ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു യുവതിക്കെതിരെ ഇന്ന് പോലീസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കലാപശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. ഇനി വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. നമുക്കറിയാം, കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ പാവപ്പെട്ടവരായ ഹൈന്ദവ സഹോദരങ്ങളെ കൃഷ്ണഭക്ത എന്ന പേരിൽ പറ്റിച്ച് കൃഷ്ണന്റെ പടം വരച്ച് അത് വലിയ വിലയ്ക്ക് വിറ്റ് കുറെ പണമുണ്ടാക്കി അങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയ ഒരു സ്ത്രീയെയാണ് ഇന്നിതാ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കലാപശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. കലാപശ്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗുരുവായൂർ അമ്പലം, അവിടെ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളൊക്കെ അവിടെ പ്രാർത്ഥിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. പരിശുദ്ധമായി കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെ പോയി അവിടെയുള്ള കൃഷ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ മാല ചാർത്തുകയും അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് കച്ചവടം നടത്തുകയും ചെയ്യുകയുണ്ടായി ഈ സ്ത്രീ. അതിനെതിരെയാണ് ഹൈക്കോടതി കലാപശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. കലാപശ്രമം എന്താണെന്ന് ചോദിച്ചാല്, ഒരു സ്ത്രീ അവിടെ വരിക, അവിടെ ഓൾറെഡി വീഡിയോയ്ക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾക്കൊക്കെ നിരോധനമുള്ള സ്ഥലമാണ്. അതായത് വീഡിയോ പ്രചരിപ്പിച്ച് കച്ചവടം ചെയ്യുക, അതാണ് അവർ ചെയ്തത്. അതിനെതിരെയാണ് ഇന്ന് ഹൈക്കോടതി കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. അതോടൊപ്പം തന്നെ വളരെ ഇതുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, കുറച്ച് നാളുകളായി കൊണ്ട് തന്നെ ഇവർ ഈ രീതിയിലാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഭക്തയാണെന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ച് പാവങ്ങളായ ഈ കൃഷ്ണന്റെ കൂടെ ഒരുപാട് ഇഷ്ടമുള്ള ആരാധനയുള്ള ആളുകളുടെ മനസ്സിലേക്ക് കയറിക്കൂടുകയും ഇവർ വരയ്ക്കുന്ന പടത്തിന് അമിത വില ഈടാക്കിക്കൊണ്ട് ഭക്തിയെ കച്ചവടം ചെയ്ത് പണമുണ്ടാക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഇവർക്കെതിരെയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കലാപശ്രമത്തിന് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള വ്യാജ കപട കച്ചവടക്കാരെ, അതായത് ഭക്തി വിറ്റ് ആളുകളുടെ മനസ്സിലെ ആരാധനയും അതുപോലെ സ്നേഹത്തെയും വിറ്റ് കച്ചവടമാക്കി ഇതുപോലെ പണമുണ്ടാക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കും ഒക്കെ മാതൃകയാകുന്ന ഒരു കേസ് തന്നെയാണ് ഹൈക്കോടതി ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയും മനസ്സിലാക്കേണ്ടത്. ഇനി ജസ്നയോട് പറയാനുള്ളത്, ജസ്ന, എല്ലാ കാലവും എല്ലാരെയും പറ്റിച്ച് ജീവിക്കാൻ കഴിയില്ല. ഒരിക്കൽ പിടി വീഴുക തന്നെ ചെയ്യും. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതുവഴി കുറെ ആളുകളുടെ മനസ്സിൽ കയറിക്കൂടാൻ പറ്റി. അത് നിങ്ങൾ നേരെ വഴിക്കാണെങ്കിൽ ആളുകൾ ഉൾക്കൊണ്ടേനായിരുന്നു. പക്ഷെ ഇത് നിങ്ങൾ അവരെ, ഈ പാവപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കപടതയിലൂടെ വ്യാജ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താണ് അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ കയറിക്കൂടിയത്. അതുകൊണ്ട് തന്നെ അത് എല്ലാ കാലം നിലനിൽക്കണമെന്നില്ല. ഇനിയെങ്കിലും ഈ ഒരു കേസ് കഴിഞ്ഞ് നിങ്ങൾക്കെതിരെ കലാപശ്രമത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അതിന്റെ വിചാരണ കഴിഞ്ഞ് ജയിൽ ശിക്ഷയെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ജീവിതം ബാക്കിയുണ്ടെങ്കിൽ ആരെയും പറ്റിക്കാതെ സ്വന്തമായി അധ്വാനിച്ച് ഇതുപോലെ വിയർപ്പൊഴുക്കി ജീവിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കണം. തീർച്ചയായും ഇതുപോലുള്ള ആളുകൾക്ക് ഒരു മാതൃക തന്നെയാണ് ഈ കേസ്. പ്രത്യേകിച്ച് ജസ്ന സലീം എന്ന് പറയുന്ന ആ ലേഡിയോട് ഓപ്പണായി തന്നെ പറയുകയാണ്, ഇനിയെങ്കിലും അധ്വാനിച്ച് ജീവിക്കാനുള്ള മനസ്സുണ്ടാവണം. ഇനിയെങ്കിലും എന്ന് പറയുമ്പോൾ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട്, ഇപ്പൊ കലാപശ്രമത്തിനുള്ള കേസെടുത്തിരിക്കുന്നത്, അപ്പൊ അത് കഴിഞ്ഞിട്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. ഒപ്പം തന്നെ നിങ്ങളൊരു കലാകാരിയാണെങ്കിൽ ഇവരെ താഴ്ത്തി പറയല്ല കേട്ടോ. സാധാരണ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്കിടയിലുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഈ ഭക്തിയുടെ കാര്യത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ. അല്ലാതെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പാവങ്ങൾ, ഒരു നേരത്തെ ആഹാരം മേടിച്ച് കഴിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത, അങ്ങനെ ജീവിക്കുന്ന, പക്ഷെ ഒരുപാട് വരയ്ക്കാൻ കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് അവരുടെ ചിത്രത്തിനോ അവർ വരയ്ക്കുന്ന പടത്തിനോ ഒന്നും വാല്യൂ ഇല്ല. ഇതുപോലുള്ള കപട ഭക്തി കാണിച്ച് അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് വലിയ വില കൊടുത്ത് ആളുകൾ വാങ്ങിക്കുമ്പോൾ ആ പൈസയ്ക്ക് ഇവർക്കാണ് കിട്ടുന്നത്. ആ ജസ്ന സലീമിനെ പോലുള്ള ആളുകൾക്ക് കിട്ടുകയാണ്. പക്ഷെ യഥാർത്ഥത്തിലെ കലാകാരന്മാർക്ക് ഇന്നും പട്ടിണി പാവങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഈ ജസ്ന സലീമിനെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾക്ക് പറ്റുമെങ്കിൽ, മറ്റുള്ള ഹൈന്ദവ മതത്തിൽപ്പെട്ട തന്നെ ഒരുപാട് പാവങ്ങൾ ആർട്ടിസ്റ്റുകളുണ്ട്. അവർ വരയ്ക്കുന്ന ചിത്രം മേടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക. അവർക്ക് ഒരു നേരത്തെ മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം മേടിക്കാനോ ഒക്കെ നിങ്ങൾ അവരുടെ ചിത്രങ്ങൾ മേടിച്ച് അവരെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു നിങ്ങൾ സമൂഹത്തോട് ചെയ്ത നല്ലൊരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള വ്യാജിമാരായ കപടികളായ സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ജസ്ന സലീമിനോട് ഒരിക്കൽ കൂടെ പറയുന്നു, ഇനിയെങ്കിലും ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കുക.